MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഷ്റൂം കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. ഇതിനായിട്ട് 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന മഷ്റൂമാണ്. കഴിക്കാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള മഷ്റൂം കൊണ്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാകും. തൊലിയെല്ലാം നന്നായി കളഞ്ഞെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളയാം. ഇനി ഇത് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ 3 പീസായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം. തീരെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട, അല്പം വലുതായിട്ട് തന്നെ മുറിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 1 ടീസ്പൂൺ ബട്ടറും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ബേ ലീഫും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളക് ചോപ്പ് ചെയ്തും ചേർത്തൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റണം. സവാള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1 തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂ നട്ട്സ് പേസ്റ്റ് ആണ്. 10 കാഷ്യൂ നട്ട്സ് കുതിർത്തിയതിന് ശേഷം അരച്ചെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ചേർക്കാം. നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് തിളച്ച വെള്ളം ചേർക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട. മഷ്റൂമിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി 15 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റായി. മഷ്റൂം നന്നായി വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്.
ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ടേസ്റ്റിയായ മഷ്റൂം മസാല റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.